അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ എത്രയാണ് നന്മ ചെയ്തത്. മദീന മുനവ്വറയിലെ എത്രയോ പാവങ്ങളുടെ വീട്ടിലേക്ക് മഹാനവരുകളുടെ റിലീഫ് പ്രവർത്തനം എത്താറുണ്ടായിരുന്നു, സാന്ത്വന പ്രവർത്തനം എത്താറുണ്ടായിരുന്നു. പക്ഷേ ആളുകൾക്കറിയില്ല ഇതാരാണ് ഈ സഹായം എത്തിക്കുന്നത്. വീട്ടിന്റെ വാതിൽക്കൽ കൊണ്ടുപോയി വെക്കുന്നു, വാതിലങ്ങ് മുട്ടുന്നു. വാതിൽ തുറക്കുന്നതിന് മുമ്പായി അലി സൈനുൽ ആബിദീൻ തങ്ങൾ മടങ്ങിപ്പോകുന്നു. ഒരാൾക്കും അറിയില്ല. ആ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ വഫാത്തായപ്പോൾ ഈ സാന്ത്വന പ്രവർത്തനം അവസാനിച്ചു. അതവിടെ നിന്നുപോയി. സഹായം ലഭിക്കുന്ന വീട്ടുകാർക്ക് റിലീഫ് കിട്ടുന്നില്ല, റേഷൻ കിട്ടുന്നില്ല. അപ്പോഴാണ് ആളുകൾ മനസ്സിലാക്കിയത് ഈ സഹായം എത്തിച്ചിരുന്നവർ അലി സൈനുൽ ആബിദീൻ തങ്ങളാണ്. അതുകൊണ്ടാണ് മഹാനവരുകൾ വഫാത്തായപ്പോൾ അതെല്ലാം നിലച്ചുപോയത്. അതുകൊണ്ടാണ് മഹാനവരുകളുടെ മയ്യിത്ത് കുളിപ്പിക്കാൻ എടുത്തപ്പോൾ മഹാനവരുകളുടെ പുറം ഭാഗത്ത് കറുത്ത പാട് കാണുന്നു. ചെറുപ്പക്കാരെ, പടച്ച റബ്ബ് തന്ന ആയുസ് ലഹരി ഉപയോഗിച്ച് തീർക്കാനുള്ളതല്ല, തോന്നിവാസം ചെയ്ത് തീർക്കാനുള്ളതല്ല. ഇന്ന സമഅ വൽ ബസ്വറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. എല്ലാം റബ്ബിന്റെ കോടതിയിൽ റബ്ബ് ചോദ്യം ചെയ്യാനുണ്ടെന്ന ബോധം വേണം. കാതിനെ കുറിച്ച് ചോദ്യമുണ്ട്, കണ്ണിനെ കുറിച്ച് ചോദ്യമുണ്ട്, ഉദിക്കുന്ന ആശയം ചിന്തിക്കുന്ന കൽബിനോട് വരെ ചോദ്യമുണ്ട്. അതിനെല്ലാം ഒരു കണക്ക് പറയാനുണ്ടെന്ന ബോധം വേണേ. അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അതേ മഹാനവരുകളെ മയ്യിത്ത് ഒളിപ്പിക്കാൻ എടുത്തപ്പോൾ പുറം ഭാഗത്ത് കറുത്ത പാട് കാണുന്നു. എന്താണ് ഈ കറുത്ത പാട് കണ്ടതിന്റെ പിന്നിലെ രഹസ്യം? അതേ സാന്ത്വന പ്രവർത്തനം നടത്തിയപ്പോൾ അതേ അരിവസ്തുക്കൾ നിറയെ ഒരു ചാക്കിലങ്ങ് നിറച്ചിട്ട് ആ ചാക്കും പാണ്ടവും ചുമന്നുകൊണ്ടുപോയതാണ്. അതിന്റെ കറുത്ത പാടാണ്. ഒരാളെയും കാണിച്ചില്ല. പക്ഷേ മയ്യിത്ത് കുളിപ്പിക്കാൻ എടുത്തപ്പോൾ അത് കണ്ടുപോയി. അവരെല്ലാം രക്ഷപ്പെട്ടത് അതാണ്. അതുകൊണ്ട് സ്വാലിഹീങ്ങൾ കാണിച്ചു തന്ന വഴിയിൽ സഞ്ചരിക്കണം. ഇത് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാദം നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾക്ക് നീ അതിനെ തൗഫീഖ് ചെയ്യണം റഹ്മാനേ.